ട്രാഫിക് പോലും അസ്നെ കാത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. ഇന്ന് വ്ലോഗ് എടുക്കുന്ന ദിവസമൊന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ ഹസ്നൊക്കെ ഇന്ന് നാട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഇന്ന് അവരെ പിക്ക് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇന്ന് അവരുടെ ഒരു വെൽക്കം ബാക്ക് മസ്കറ്റ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അങ്ങനെ സ്ഥിരമായിട്ട് ഇയർലി നാട്ടിൽ പോണവരോ ഇയർലി മീൻസ് തിരിച്ചു വരുന്നവരോ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. ചിലപ്പോൾ 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോഴൊക്കെയാണ് നാട്ടിൽ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്ത് അങ്ങനെ വെൽക്കം ചെയ്യാനുള്ള ഭാഗ്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നി വൈ നോട്ട്, ചിലപ്പോൾ ഇത് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഇനി ഏത് കാലാവും ചിലപ്പോൾ കിട്ടുക. അതുകൊണ്ട് വിചാരിച്ചു ഓക്കെ ഇന്ന് അങ്ങോട്ട് എടുക്കാം ഒരു വ്ളോഗ് ഫോർ എ മെമ്മറി എന്ന് വിചാരിച്ചു. ഓക്കെ അപ്പം ശരി. കാർ വാഷിന് വന്നതാണ്. ഇവിടെ ആണെങ്കിൽ പെരും തിരക്ക്. ഈ നേരത്തും ഇവിടെ കാർ വാഷ് ചെയ്യുമോ? അങ്ങനെയല്ല, ചെയ്യുന്നുണ്ടാവും. ഞാൻ വിചാരിച്ചു എല്ലാവരും രാവിലെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. എനിക്ക് രാവിലെ വാഷ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പം വന്നത്. ബട്ട് ഇപ്പോഴും ഇത്ര തിരക്കുണ്ടെന്നോ ഞാൻ ആലോചിക്കണേ. നല്ല ബിസിനസ്സാ. ഇപ്പം എന്ത് കണ്ടാലും അങ്ങനെയാ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നല്ല ബിസിനസ്സാ. അല്ലെങ്കിൽ നോക്ക്, അവിടെ ഒരു കാർ കഴുകുന്ന ഒരാള്, ഇവിടെ ഒരു കാർ കഴുകുന്നു, ഇവിടെ വേറൊരു കാർ കഴുകണു, അവിടെ വേറൊരു കാർ കഴുകുന്നു. എൻ്റെ കാറ് കഴുകണമെങ്കിൽ ഇനി ഇവരത് കഴിയണം. എന്തല്ലേ, വെറുതെ പഠിച്ച സമയം കളഞ്ഞ്. ഇങ്ങനെ വല്ലതും തുടങ്ങിയാൽ മതിയായിരുന്നു. എന്താ ഇവർക്ക് ഇത്ര ചെലവ്? ഒരു സ്ഥലവും ഈ പൈപ്പും വെള്ളവും കുറച്ച് സോപ്പും പിന്നെ സ്റ്റാഫും. എന്തല്ലേ എന്തല്ലേ ചേടാ, തിരക്കടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ സമയത്ത് വരുന്നത്. എപ്പോഴും ഫ്രൈഡേ അല്ലേ ഉള്ളൂ, ഫ്രൈഡേ ആണ് ചെയ്യാറ്. ബട്ട് ഇന്ന് ഈ പ്രാവശ്യത്തെ ഫ്രൈഡേ വേറെ എന്തൊക്കെയോ ഹെല്ല ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ഉണ്ട്. ഫാറൂഖ് പറയണു പോയി ക്ലീനാക്ക്. അത്യാവശ്യം നല്ല അലമ്പായിട്ടുണ്ട്. ഞാൻ പാർക്ക് ചെയ്യുന്നത് ഞങ്ങളെ ക്ലിനിക്കിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ താഴെ. ആ മരത്തിലുള്ള എല്ലാ കറയും എൻ്റെ കാറിലുണ്ട്. അപ്പം ഇന്നലെ ഫാറൂഖ് പറയുന്നുണ്ട് ഞാൻ പോയി കൊണ്ടുപോയി കഴുകണമെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഇല്ല, ഞാൻ നാളെ ക്ലിനിക്കിൽ നിന്ന് വരുന്ന വഴി കഴുകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇങ്ങനെ തിരക്കാന്ന് അറിയില്ലായിരുന്നു. ഓക്കെ, ഹായ്. outside Barrabas. Okay. See that? Okay. അയ്യോ, ഞാൻ ഗ്ലാസ് രാത്രിന് മുമ്പ് ഒരു വെള്ളം ഒഴിക്കി വെച്ചിട്ട് കുളിച്ച് ഗ്ലാസ് ഒക്കെ കംപ്ലീറ്റ് താത്തിട്ട് പൊക്കട്ടെ. ആഹാ, സൂപ്പർ. ഒരു രസമാണ് കേട്ടോ. ലൈക്ക് ഇങ്ങനെ ഇതിനുള്ളിലിരുന്നിട്ട് പുറം ക്ലീൻ ചെയ്യുന്ന ഒരു ഫീലിങ്. പ്രത്യേകിച്ച് അവർ ആ സോപ്പൊക്കെ ചെയ്യുമ്പോണ്ട് അടിപൊളിയാ. അയ്യോ, ചെറുതായിട്ട് പേടിയാവും നമ്മൾ മേൽക്കാവോ എന്നുള്ളത്. അങ്ങനെ ഞാനെന്താ പറഞ്ഞ അങ്ങനെ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് ക്ലീനായി കണ്ടിട്ടില്ലെങ്കിൽ ഫൈൻ തരും. ചെറുതായിട്ട് പൊടി ഉണ്ടെങ്കിൽ എല്ലാം നല്ല പക്ക അലമ്പ് വെള്ളത്തിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഫൈൻ വരും. അപ്പം പിന്നെ ഇനി അടുത്ത ഫ്രൈഡേ വരെ കാലത്ത് അതിൻ്റെ ഇടയിൽ വല്ല ഫൈനും കിട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് ഇടലേ അതിൻ്റെ ഇടയിൽ വല്ല ഫൈനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവും. വേറെ ഒന്നും കൊണ്ടല്ല, ഓൾറെഡി എന്നോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ക്ലീൻ ചെയ്യും. പിന്നെ എന്തായാലും എയർപോർട്ടിൽ പോകാൻ നിൽക്കാമല്ലോ, അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടുത്തെ കൊടും ചൂടിലേ മഴൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കാറ് നല്ലോണം ചളിയാക്കിയിട്ട് കഴുകാൻ കൊണ്ടുവന്നാൽ മതി. നല്ല സുഖമുണ്ട്. ശരിക്കും മഴ പെയ്തെടുത്തു. മഴ പെയ്ത് തോർന്നൊരു ഫീൽ. ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഫോം ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. വരുവേ, അവനിങ്ങനെ വരും. ഇതാ പോയോ? കൊള്ളാം.
അങ്ങനെ ഞാൻ എന്താ പറഞ്ഞോണ്ട് വന്നിരുന്നത്, ഞാൻ മറന്ന്. അങ്ങനെ എല്ലാ ഹസ്നനെയൊക്കെ കൂട്ടാൻ പോവാണ് ഇന്ന് രാത്രി. ഇവിടെ ഇപ്പം സമയം 9:15 ആയി. 10-11:30 അവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണേ. അപ്പോൾ ഒരു 12 മണിക്കൊക്കെ ആയിരിക്കും മിക്കവാറും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയം ഇതാക്കിയിട്ടാണ് നമ്മൾ പോണത്. നാളെ ആക്ച്വലി സ്കൂളൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അവസരമാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നാ കിട്ടുക അറിയില്ല. ഇവർ ഈ നാട്ടിൽ പോകാത്ത ആൾക്കാരായതുകൊണ്ടേ എപ്പോഴും ഇവരിങ്ങനെ വെൽക്കം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അവസരം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിലും ഡിന്നറൊക്കെ കഴിഞ്ഞ് പിക്ക് ചെയ്യാൻ പോകും, നോക്കാം. അപ്പം ഞാൻ മാക്സിമം എന്തൊക്കെ എക്സ്പ്രഷൻസ് വരുമോ അറിയില്ല. ഇന്നും പിന്നെ അവരുടെ റാഫിഖാൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയും കൂടെ വരുന്നുണ്ട്. എല്ലാവരും കൂടെ വരുന്നത്. നോക്കാം. ഇറ്റ് വിൽ ബി എ മെമ്മറി. ഇത്തിരി ചൂട് കുറവുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ, സാധാരണ ഉള്ളതിനെക്കാട്ടിലും. സാധാരണ രാത്രിയാണെങ്കിലും ഈ നേരത്തൊക്കെ വരുമ്പോൾ മനുഷ്യൻ്റെ ശരി. അപ്പം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനി പോകാൻ നോക്കട്ടെ. ട്രാൻസിഷൻ ചെയ്താലോ? നോക്ക് ലേറ്റ്. ഞങ്ങൾ രാത്രി 12 മണിക്ക് പോവാണ്. ആരെ എന്തിന്? അമ്മായിനെ പിക്ക് ചെയ്യാൻ പോവാണ്. അല്ലേ ലേക്കപ്പ ഇത്ര ഗൗരവം എന്തിനാ? നമ്മളെങ്ങടാ പോണത് ഗൈസ്? നമ്മുടെ സെലിബ്രിറ്റിയെ കൊണ്ടുവരാൻ. നമ്മുടെ സെലിബ്രിറ്റി ഗ്രേറ്റ് ഇൻഫ്ലുവൻസർ. അതെ, അത് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിക്കുക. ഇങ്ങനെ മകളെ മടങ്ങി വരൂ. എന്താ പറയാ ചക്ക വരാ? പോർച്ചുഗലിന്റെ പിന്നെ തോൽവിയിൽ മനം തൊന്ത് സങ്കടപ്പെട്ട് അതിന്റെ ഇങ്ങനെ സങ്കടം പറയാൻ വേണ്ടി വിങ്ങി നിൽക്കാണ്. ആ സങ്കടം ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പൊട്ടി ഒഴിക്കുകയാണ്. വെൽക്കം ചെയ്യാൻ 12 മണിക്ക് അമ്മായിനെ കാണാൻ വന്നത്. ആരാ വരുന്നേ? കാണുന്നില്ല ശരിക്കും. കറക്റ്റ് ഹോൾഡ് ചെയ്യുമ്പോ കാണാൻ പറ്റുന്നില്ല. മകളെ മടങ്ങി വരൂ. അയ്യോ ഇതില് മകളെ മടങ്ങിയില്ല. മകളെ മടങ്ങി വരൂ. വൃത്തികേടാക്കിയിരുന്നു അല്ലേ? ഫോട്ടോ കിട്ടിയുള്ളൂ. ഏതാ മകളെ മടങ്ങി വരൂ. അതെ സത്യം. കുറച്ച് ഏത് ഫോട്ടോ പറഞ്ഞേ? ബ്ലാക്ക് സാരി റിസപ്ഷന്റെ കല്യാണത്തിന് ഇത് ഫസ്റ്റ് ഫോട്ടോ മനസ്സിലായോ? നമ്മൾ ട്രിപ്പ് പോയില്ലേ? ഫോട്ടോ മനസ്സിലായോ? നമ്മൾ ട്രിപ്പ് പോയപ്പോ ലാസ്റ്റിന്റെ ഗാലറിയിലെ ഫോട്ടോ അടിപൊളി ഫോട്ടോ. ഇത് വെക്കാൻ പാടില്ലായിരുന്നു. ഒരു തെറ്റ് പറ്റിപ്പോയടി. ഈ ഫോട്ടോക്ക് സ്റ്റോറി ഇടുന്നതിന്റെ ഭംഗിയുണ്ട്. പെണ്ണ് അമ്മായി ഇത്ര ചെറുപ്പത്തിൽ എടുത്ത വീഡിയോ കാണാലോ. നമ്മൾ ജസ്റ്റ് മോൾക്ക് കയറാണ്. മോളിൽ കയറി കഴിഞ്ഞാൽ അവർ ലഗേജിന് വരുന്നതും ലഗേജ് എടുക്കണതൊക്കെ കാണാൻ പറ്റും. കാരണം താഴെ നിന്ന് ഞങ്ങൾക്ക് മടുത്തു. എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? ഒരു വരുന്നതെങ്കിലും കണ്ടിരിക്കാമല്ലോ. താഴെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മടുത്തു. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത്. ആത്മാർത്ഥത ഒത്തിരി കൂടിപ്പോയി. ആ സൈഡിലാവുന്നു അല്ലേ? അല്ല ഇങ്ങോട്ടാ? ആ അവിടെ നിൽക്കണ എല്ലാവരും ഇങ്ങനെ വരണവരെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണവരാ. ബിലവഡ് വൺസ്. എങ്ങനെ ഉറങ്ങാതെ കനത്തിൽ എന്തെങ്കിലും കൊണ്ടുവരാണ്ടിരിക്കില്ല അമ്മായി.
അല്ലേ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് ബെൽറ്റിലായിരിക്കും അല്ലേ? പക്ഷെ ഇറങ്ങൽ ഇത് കൂടെ തന്നെയാവില്ലേ? ഇതോടെ എന്തായാലും ഇത് കൂടെ ഇറങ്ങുള്ളൂ. ഇവിടെ കാണുമെന്ന് എനിക്കറിയില്ല. ലെറ്റ് ഇറ്റ് ബി. അവിടുന്ന് ഇങ്ങനെ ഇറങ്ങും, അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ ബെൽറ്റിൽ വന്നിട്ട് ലഗേജ് എടുക്കും. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് താഴത്തേക്ക് പോകാം. ജസ്റ്റ് സൈഡിൽ കണ്ടു, അപ്പം ഞങ്ങൾ വേഗം താഴത്തേക്ക് വരികയാണ്. ഇന്നും ഞങ്ങളെ കണ്ടോന്ന് ചെറിയൊരു സംശയമുള്ള പോലെ ഉണ്ട്. ബട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ജംഷി വ്ലോഗ് ഇടും. ജംഷി ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടേക്കാം നീ വെച്ചിട്ടുണ്ടാവും. പിന്നെ ലിപ്സ്റ്റിക് ആവശ്യമില്ല അധികം ഉണ്ടാവിടോ. ഒന്ന് ടച്ചപ്പ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു പക്ഷെ സമയം എടുക്കും തോന്നുന്നു. കുറേ ലഗേജ് ഇല്ലേ ഇപ്പൊരു അവിടുന്ന് ഇറങ്ങി. അതെ, പക്ഷെ ഇന്നുന്റെ ആട്ടല്ലേ കറക്റ്റ്. അവൻ ആ ജാക്കറ്റ് ഊരിക്കണ്. അവിടെ ബ്ലൂ ഷർട്ട് ഒന്നും ഇട്ടിട്ട് ഒരു ആട്ടം. ഒരു സേജ് ഗ്രീൻ എന്നൊക്കെ പറയണ പോലെ നോക്കാം. ആർ യു ഗൈസ് എക്സൈറ്റഡ്? ഒരു മണിക്ക് കാത്തുക്കണില്ലേ ഞങ്ങള്? ഒരു മണിയായി ഇപ്പൊ കാത്തുക്കാൻ തുടങ്ങിയിട്ട്. ഏതാ താത്ത? അമ്മയല്ലേ? ഇന്ന താത്തയാണോ? ഓക്കെ, ഇന്ന താത്ത. ഇന്നുക്കാക്ക റാഫിക്ക പോലും അസ്കനെ കാത്ത് ഇങ്ങനെ നിന്നിട്ടുണ്ടാവില്ല. ഞങ്ങൾ വന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു ഗൈസ്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇത് എന്റെ ചങ്കും കരളുമായ ഇന്നു. അവൻ ഈ പോസ്റ്റർ അസ്വസ്ഥയാവോന്ന് എനിക്കറിയില്ല. പിന്നെ പോർച്ചുഗല്. എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു അല്ലേ? ടയർഡായോ? കുറേ ലേറ്റ് ആയോ? അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു ലോഡ് ലഗേജ് ഉള്ളതുകൊണ്ടാ തോന്നുന്നു അത്യാവശ്യം നല്ല ലേറ്റാണ് ആള്. മുകളിൽ ഫാറൂഖൊക്കെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു ലോഡ് ലഗേജ് ട്രോളിയിൽ വെച്ച് വീണ്ടും ലഗേജിന് വെയിറ്റ് ചെയ്യണമെന്ന്. മിക്കവാറും ഞങ്ങൾ ഇവിടുന്ന് ടാക്സി വിളിച്ച് പോകേണ്ടി വരും. ഞങ്ങൾ കൊണ്ടുവന്ന കാറിലൊന്നും ഫുള്ളാവും തികയെന്ന് തോന്നുന്നില്ല. ലേക്ക തലക്ക് ചൊറിയണ്ട്. എവിടെ അമ്മായി? എവിടെയാ അമ്മായി? ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ആണല്ലോ. ഹലോ സുന്ദരി. കാണിക്കില്ല. എടി അമ്മായിനെ വെൽക്കം ചെയ്യട്ടെ. അയ്യോ ചീതൊക്കെ പറയിപ്പിച്ച് അടുക്കുന്നു. അതാണ് നിന്റെ പേപ്പറ്. ഞങ്ങൾ ആകെ നോക്കിയ റാഫിക്കാനെ. ഒരു റാഫിക്ക് മൊത്തം കൂടുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും കൂടുതൽ വിഷമമായത് സ്ക്രീനില്ല. സ്ക്രീനില്ല. ഷോ എന്തൊരു സങ്കടം. എന്തിന്? എടി അമ്മായിനെ കാത്ത് 1 മണി വരെ കുട്ടി നിന്നുട്ടോ. ഞങ്ങളെ കാക്ക എങ്ങനെയല്ല. അതെ, ലോങ് ടൈം നോ സീ. ഏറ്റവും മുന്നിൽ റാഫിക്കൊക്കെ നമ്മളൊന്നും മനസ്സിലാവണില്ല. റാഫിക്ക് ആ ഒരു ബോധത്തില് അമ്മായി വന്നു. അമ്മായി റീയൂണൈറ്റ് അടുപ്പിച്ച കുട്ടി.
അതെ എങ്ങോട്ട് പൈസ അടക്കാൻ പോയതാന്നു അല്ലേ? ഹലോ ഗൈസ്, ഹലോ ഗൈസ്. ഞാൻ വിചാരിച്ചു ഇതാരാ ഞാൻ വിചാരിച്ചു ലുലു മാർക്കറ്റിന്റെ മറ്റേ ഓഫേഴ്സ് ഏതില്ലേ അതൊക്കെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നതാണ് വിചാരിച്ചോ? അങ്ങനെ പിടിച്ചു. ഇമ്മാനൊക്കെ നോക്കി അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു guys. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും മനസ്സിലാവും. നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമല്ല, നിങ്ങൾ ടാക്സി അടിച്ച് പോയിക്കോളിട്ടോ. No, 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 guys. ജംഷനോട് പറഞ്ഞ് മനസ്സിലാക്കൂ. ജംഷനോട് പറഞ്ഞ് മനസ്സിലാക്കൂ. ഞങ്ങളുടെ വീട്ടിൽ ഇന്നേക്ക് ഇനി ടാക്സി വിളിച്ച് പോകും, ഞങ്ങളെ വണ്ടിയിൽ പോകും. ഞാൻ അത് വിചാരിച്ചില്ല. അങ്ങനെ അപ്പൊ ശുഭം. ഈ തല മുതൽ അങ്ങ് ആ തല വരെ കാണുന്നത് നമ്മളാൾക്കാരാണ്. അപ്പൊ കഴിഞ്ഞു. അതല്ലേ ഇന്നല്ലേ അതേ പറഞ്ഞേ, കുട്ടി കിടക്കണമൊക്കെ ചിരിക്കണുണ്ട്. കിടക്കണമൊക്കെ അതെ തട്ടേ കൊടുക്കണ്. ടാക്സി വിളിച്ച് പോയിക്കൊണ്ടിട്ടോ, എനിക്കിരിക്കാൻ സ്ഥലമല്ല. ശരി, ബൈ ബൈ. 12 മണിയായി. ബൈ ബൈ ബൈ. കഴിഞ്ഞു, ഞങ്ങൾ പോയി ഉറങ്ങട്ടെ. ഞാൻ ആൾക്കാർ വന്നോട്ടെ, എന്നാലും ഇതൊക്കെ മേടി നോക്ക്. അത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ വന്നിട്ടൂടെ 1 മണിക്കൂറായി. അവളിത് കാണിച്ചു കൊടുക്കേ. ശരി ബൈ ബൈ.